ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവസന്നിധി ദൈവജനത്തിന് മുമ്പാകെ ദൈവം നിർത്തിയത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലരും പറയുന്നതിന് വിപരീതമായിട്ട് ഞങ്ങളുടെ കുടുംബം ഒരു പ്രാർത്ഥന കുടുംബമായിരുന്നു. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് വളർന്നത്. ഫാദർ എന്ന് വിവിധ സഭകൾ ഒന്നിച്ചേർന്ന് എപ്പിസ്കോപ്പൽ സഭകൾ നടക്കുന്ന ഒന്നിച്ചിരിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുകയും അനേക സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടത്തുകയും ഞങ്ങളുടെ ഭവനത്തിലും അനേക ദിവസങ്ങൾ ഒരു വർഷത്തിൽ പല കൺവെൻഷനും യോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പ്രായപൂർത്തിയാകുന്നിടത്തോളം ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഞാൻ അതിനകത്ത് നിന്ന് എങ്ങനെയോ എനിക്ക് ആ ആത്മീയ അനുഭവം പൂർണ്ണമായിട്ട് ലഭിച്ചില്ല. കാരണം ഞാൻ പിന്നെയും ഈ യൗവനത്തിലോട്ട് അടുക്കുമ്പോൾ ഈ പാപത്തിൻ്റെ ആസക്തികൾ കൂടുതൽ എന്നെ കീഴടക്കാൻ തുടങ്ങി. അങ്ങനെ അനേക പാപങ്ങൾക്കും അശുദ്ധിക്കും ഞാൻ അടിമയായി. അന്ന് ഞാൻ കോളേജിൽ പഠിക്കാനുള്ള സൗകര്യത്തിന് കൂടുതൽ സൗകര്യമായിട്ട് എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ ഞാൻ താമസിച്ചു. അവർക്ക് കൂട്ടില്ലാത്തതുകൊണ്ട് എൻ്റെ പിതാവും മാതാവും ഒക്കെ വേറൊരു വീട്ടിലാണ് താമസിച്ചുണ്ട്. പിതാവ് ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകാറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ താമസിച്ചുകൊണ്ട് എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു. പല പാപങ്ങളും ചെയ്യുവാനും വളരെയധികം ഉഴപ്പാനും ഒക്കെ എനിക്ക് അതിനോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല. എൻ്റെ പിതാവ് അറിയത്തില്ല, മാതാവ് അറിയത്തില്ല. അങ്ങനെ ശരിക്കും ഉഴപ്പാൻ നല്ലൊരു സ്വാതന്ത്ര്യം, പ്രത്യേകിച്ച് ഞാൻ ഈ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്കിന് ഏതോ ഒരു വലിയ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഞാൻ ഭയങ്കരമായിട്ട് അശുദ്ധിക്ക് അടിമയായി പോയി. അങ്ങനെ ഒരു ജീവിക്കുന്ന അതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. പിതാവ് സുവിശേഷ പ്രസംഗം പല പള്ളികളിലും ഒക്കെ ആ കാലങ്ങളിൽ സുവിശേഷം പറയും. ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഹൃദയം പാപത്തിലേക്ക് പോകുന്ന ഒരു പ്രവണത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ബികോമിന് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരൻ, ഒരു ഭർത്താമക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാടുകളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുകയും അങ്ങനെ ആ പാപ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വരുവാൻ ഇടയായി തീർന്നു. പിന്നെ എൻ്റെ പ്രൊഫഷൻ സംബന്ധിച്ച് എനിക്കൊരു ട്രെയിനിങ്ങിൻ്റെ തിരുവനന്തപുരത്തിന് പോയപ്പോഴാണ് അവിടെ വെച്ചാണ് ഈ കൂട്ടായ്മയുമായിട്ട് അന്നത്തെ അവിടുത്തെ പപ്പ എന്ന് വിളിക്കുന്ന ദേവദാസൻ്റെ ഭവനത്തിൽ കടന്നു പോകുവാനും 1973 ഒരു സമർപ്പണം എടുക്കാനുമൊക്കെ ഇടയായി തീർന്നത്. അന്ന് മുതൽ കൂട്ടായ്മയോട് ചേർന്ന് അതിനുശേഷം 1976 മുതൽ 78 വരെ കോലഞ്ചേരി താമസിച്ച് കോലഞ്ചേരിക്ക് അടുത്ത് തൃപ്പൂണിത്തറയ്ക്കടുത്തൊരു കമ്പനി ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പം ദൈവം കർത്താവിൻ്റെ വചനവുമായിട്ട് കൂടുതൽ അടുക്കാനും കൂടുതൽ കർത്താവിനോട് അടുത്ത് ജീവിപ്പാനും ഒക്കെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിപ്പാനൊക്കെ അതൊരു മുഖാന്തരമായി തീർന്നു. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പം പിന്നെയും അവിടെ കൂട്ടായ്മകളൊക്കെ അവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഞങ്ങളുടെ കോട്ടയത്തുള്ളവരെല്ലാം ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാനിവിടെ വന്നെന്നറിഞ്ഞാൽ അവരൊക്കെ നമ്മളെ വെറുക്കും. അതുകൊണ്ട് അവരാരും കാണാതെ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച് ഏറ്റവും പുറകെ വന്നിരുന്നു. എന്നാൽ ദൈവം കരുണ ചെയ്ത് ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും തുടർന്ന് യൂട്യൂബിൽ കൂടെയുള്ള ശുശ്രൂഷകളും കേൾക്കുവാനൊക്കെ ഇടയായപ്പോൾ യഥാർത്ഥമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രംഗത്ത് വ്യാപരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു സത്യത്തിൻ്റെ വഴി കൂടിയാണ് പോകുന്നതെന്നുള്ള ഒരു ബോധ്യം എനിക്ക് മനസ്സിലായി. ദൈവദാസന്മാരെയൊക്കെ ആത്മീയമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവരതിലൊന്നും ഒരു പെറുപെറുപ്പോ വിദ്വേഷമോ ഒന്നും കാണിക്കാതെ കർത്താവിൽ തന്നെ ആശ്രയിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരുടെയൊക്കെ വചനത്തിൽ കൂടെയൊക്കെ കാണാം. ഒരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ നേരത്തെ ഉണ്ടായിരുന്ന ശുശ്രൂഷകളോടൊന്നും ഒരു എതിർപ്പും പറയാതെ
എല്ലാവരെയും സ്നേഹിച്ചും മാനിച്ചും പോകുന്നൊരു, അതെനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ ഒരു ഭാവമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിരിപ്പീനെന്ന് പൗലോസപ്പോസ്തലൻ പറയുന്നല്ലോ. തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു. കർത്താവിൻ്റെ സ്വഭാവം പ്രാപിക്കുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മൗലികമായ ഒരു ആവശ്യമെന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നേരത്തെ വാച്ച്മാനിയുടെ ചേഞ്ച് ഇൻ ടു ഹിസ് ലൈക്ക്നെസ് എന്നൊരു പുസ്തകം ഞാൻ വായിക്കാനിടയായി. അതിനകത്ത് 3 ദൈവദാസ് പിതാക്കന്മാരുടെ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇത് 3 പിതാക്കന്മാരുടെ കാര്യമാണ് അവിടെ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. അപ്പോൾ അതിനകത്ത് അബ്രഹാം നീതിമാനായിരുന്നു, ഇസ്ഹാക്ക് അപ്പൻ്റെയും വിശ്വാസത്തെ പിന്തുടർന്നു. എന്നാൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിലും യാക്കോബിനെ പോലെ ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരാൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം പിതാവിനോടും മാതാവിൻ്റെ സംസർഗം വിട്ട് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടി വന്നു. അവിടെ വിവാഹം കഴിച്ച് പിന്നെ മടങ്ങി വന്ന സമയത്താണേലും അന്നത്തേലും മാതാവ് മരിച്ചുപോയി. പിന്നെ അങ്ങനെ ഓരോ ദുരിതങ്ങൾ, സ്വന്തം ഏറ്റവും അധികം സ്നേഹിച്ച ഭാര്യ പ്രസവ സമയത്ത് ഈ ലോകം വിട്ട് കടന്നുപോയി. അങ്ങനെ പിന്നെ ഏറ്റവും സ്നേഹിച്ച ജോസഫിനെ സഹോദരന്മാർ ഒറ്റിക്കൊടുത്തു. അങ്ങനെ മിസ്രൈമിലേക്ക് അടിമയായി കൊണ്ടുപോയി. അദ്ദേഹം മരിച്ചുപോയെന്നാണ് യാക്കോബിന് കിട്ടിയ അറിവ്. അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ മാത്രമായിരുന്നു യാക്കോബിൻ്റെ ജീവിതത്തിൽ. യാക്കോബിനെ ദൈവം അനുരൂപരാക്കുവാൻ വേണ്ടി ദൈവം ഓരോ പടികളിൽ കൂടെ യാക്കോബിനെ നടത്തിയതായിട്ടാണ്. അങ്ങനെ ഓരോ ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരിൻ്റെ അനുഭവവും. ഇനി അങ്ങനെ പിന്നെ അവസാനം യാക്കോബ് പറയുന്നുണ്ട്, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ കരുതുമെന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് മിസ്രൈമിലെല്ലാം അവിടുന്ന് അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ അനുരൂപമായി ഏറ്റവും കൊള്ളരുതാത്തൊരു ഒരാളെ ദൈവം രൂപാന്തരപ്പെടുത്തിയ, അതാണ് ദൈവം നമ്മളെ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കാനായിട്ട് ദൈവം ചെയ്യുന്ന ഓരോ പദ്ധതികളാണ്. അതിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി, കർത്താവെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും കർത്താവെ ഞങ്ങളെ ഈ പൊന്ന് ഉരുക്കി ഒരു നല്ല തങ്കമാക്കി, പൊന്ന് അതേതും കരടും ഇതെല്ലാം ഉള്ളത് അഴുക്കുള്ള ഈ സ്വർണവും വെള്ളിയൊക്കെ ഉരുക്കി ആ തീച്ചൂളയിൽ കൂടി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന പോലെ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മൾ കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്തവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലും എനിക്കും അനേക പ്രയാസങ്ങളും വേദനാ വിഷയങ്ങളും എല്ലാം ഉണ്ട്. ഇതിൽ കൂടിയെല്ലാം ദൈവം എന്നെ ശുദ്ധീകരിച്ച് തനിത്തങ്കമായി കർത്താവിൻ്റെ വരവിൽ നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേട്ട് കർത്താവിൻ്റെ കൂടെ പറന്നു പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിന് ദൈവം ഇവിടെയാക്കട്ടെ. നിങ്ങളെല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു.